ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു fezuskitchen. ഇന്ന് നമുക്കൊരു എഗ് ബജി ഉണ്ടാക്കാം. തേങ്ങാ ചമ്മന്തിയൊക്കെ വെച്ചിട്ടുള്ളൊരു അടിപൊളി എഗ് ബജി. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം നമുക്ക് ചമ്മന്തി റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു കപ്പ് തേങ്ങ എടുക്കാം, പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി, 3 പച്ചമുളക് എരിവിനനുസരിച്ച് എടുത്താൽ മതി, പിന്നെ ഒരല്പം മല്ലിയില, കറിവേപ്പില, അതുപോലെ ഒരല്പം പുതിനയിലേക്ക് ഒരല്പം മാത്രം എടുത്താൽ മതി. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഇപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇഞ്ചിയൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം, പെട്ടെന്ന് അങ്ങ് അരഞ്ഞു കിട്ടും. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് നമുക്ക് തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരല്പം മാത്രം വെള്ളം ഒഴിക്കാം. 1 ടേബിൾ സ്പൂണൊക്കെ മതി, വെള്ളം കൂടണ്ട. ഇനി ഇതുകൂടി ഒന്ന് ചതച്ചെടുക്കണം. അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 4 കോഴിമുട്ട പുഴുങ്ങിയത് വേണം. അത് ഞാൻ 2 ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 ആയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കുള്ള മാവ് കൂടി റെഡിയാക്കി എടുക്കാം. അപ്പം അതിന് വേണ്ടി 1.5 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊരു മാവാക്കി എടുക്കണം. വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാടങ്ങ് ലൂസായി പോവരുത് മാവ്. ഈ ഒരു കട്ടിയിൽ വേണം മാവ് റെഡിയാക്കി എടുക്കാൻ. ഒരുപാടങ്ങ് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴിമുട്ടയിൽ മാവ് പിടിക്കാതെ പോകും. ഇനി നമുക്ക് ഈ ചമ്മന്തി ഈ കോഴിമുട്ടയിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഓരോ പീസ് കോഴിമുട്ട എടുത്തിട്ട് ഇതിലേക്ക് ചമ്മന്തി ഇതുപോലെ വെച്ച് കൊടുക്കാം. ചമ്മന്തി അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് എല്ലായിടത്തും ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി നമുക്ക് റെഡിയാക്കി എടുക്കണം. ചമ്മന്തിയൊക്കെ കുറച്ച് കൂടുതൽ വെക്കുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനുള്ള ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് മാവിലോട്ട് എഗ്ഗ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. 2 ഭാഗവും നന്നായി ഒന്ന് മൊരിഞ്ഞു വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് റെഡിയാക്കി എടുക്കാൻ, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ്. ആ ചമ്മന്തിയും എഗ്ഗും കൂടി വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതിനോടുകൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.